അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അത് ആരാണെങ്കിലും ഭയങ്കര മോശം. പക്ഷെ അനീഷേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ദുബായ് ഞാൻ ദുബായ് പോകുന്നുണ്ട്. ഇറങ്ങിയതിനു ശേഷം വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ വെച്ച് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒരു കോമണർ എന്ന രീതിയിൽ ആദ്യമായിട്ടാണല്ലോ സെക്കൻഡ് അടിക്കണ ഒരാള് അവിടെ വരെ എത്തിയത്, ഫൈറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഡിസർവിങ് ആയിട്ട് പിന്നെ തീർച്ചയായിട്ടും നല്ലതാ, സന്തോഷമാണ്. ഞാൻ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഭാഗമാവുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ആ കാര്യം. അനുശേഷനായിട്ട് നല്ല കമ്പനിയാണോ? ഇറങ്ങിയതിനു ശേഷം വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ വെച്ച് ഇപ്പൊ കുറെ ഫേക്ക് ന്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പം കുറെ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫ്ലാറ്റ് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. മിക്കവർക്കും ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല, അവര് വീണ്ടും വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കുവല്ലേ. ദുബായിലല്ലേ മരിച്ചു, അത് കിട്ടൂലോ. അവർക്ക് ഭയങ്കരല്ലേ അതെ. അത് വെറുതെ എനിക്കറിയാം, അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ ശരിക്കും അങ്ങനെ സൈബർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ദുബായ് പോകുമ്പോൾ അവിടെ ഞാൻ ദുബായ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അത് ആരാണെങ്കിലും ഭയങ്കര മോശം. പക്ഷെ അനീഷേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. പലരും കരുതുന്നേ വീഡിയോ ആണെങ്കിൽ ഇപ്പം എനിക്കറിയില്ല. ഞാൻ വീഡിയോ ചെയ്തില്ലാതെന്ന് വെച്ചാല് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരിട്ട് പോയി. അങ്ങനെ ആരുടെയും പേരിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത്, ബിഗ് ബോസ് ഉള്ള സമയത്തോ പുറത്തു വന്ന സമയത്ത് എന്റെ വീട്ടിൽ ഭയങ്കര ഒരു വീടും വലിയ കാറെന്നൊക്കെ പറഞ്ഞ് ഇട്ടായിരുന്നു. ഇപ്പോഴും യൂട്യൂബ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ അങ്ങനെ സ്വാഭാവികമാണ്, അതൊരു റീച്ചിന് വേണ്ടി നമ്മുടെ പേര് വെച്ചിട്ട് അത് അനീഷേട്ടനും അനുമോൾക്കും ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ വിസ തന്നിട്ട് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഗോൾഡ് പുഷ് എന്നാ എനിക്ക് ഇത്ര വിഷമം വരില്ലേ? കിട്ടുന്നുണ്ടാവില്ല അത്. മതിയില്ലേ? അതുപോലെ കുറെ ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ബിഗ് ബോസിൽ കൊണ്ടിട്ട് കുറെ ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, 100 ദിവസം ഞാൻ കൊണ്ടുപോയത്. അല്ല അതേപോലെ ഇടാൻ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ, 100 ദിവസത്തിലുള്ള ഡ്രസ് ഞാൻ കൊണ്ടുപോയിട്ട് എല്ലാം ഇട്ട് തീർന്നു. എല്ലാം ഇട്ട് തീർന്നല്ലേ? മഴവിൽ കേരളം അതാണ് ഡ്രസ്സൊക്കെ ബിഗ് ബോസ് ഇടും ബ്രോ. എനിക്കറിയില്ല ബിഗ് ബോസ് അവസ്ഥ. അവിടെ വാഷിംഗ് മെഷീൻ അല്ല, ഒരു പരിപാടി ഇല്ല. ഈ കാണുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ പോയ സ്ഥലമാണ് ബിഗ് ബോസ്. വാഷിംഗ് മെഷീൻ ഇല്ല, എല്ലാം സെൽഫായിട്ട് കഴുകണം. പിന്നെ 20 ദിവസം ഒന്നും കഴുകാൻ പറ്റില്ല, അത് തിരിച്ചു വെക്കേണ്ടി വരും. പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായി. എല്ലാവരും കാണുമ്പോൾ അവിടെ ഞങ്ങളുടെ സമയത്ത് സ്വിമ്മിംഗ് പൂൾ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, മുട്ടൻ ചൂടും. അതെ. കുറച്ച് പേര് അപ്പുറത്തേക്ക് ആക്കണം. നമ്മളിങ്ങനെ കുറെ നേരമായിട്ട് അനുമോളിനെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അവരിങ്ങനെ വലം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി 2 പേര് നമ്മുടെ കൂടെ ഫ്രണ്ട്സിലെത്തിയിട്ടുണ്ട്. നല്ലൊരു കൈ കൊടുക്കാം, ഒരിക്കലും കൈയടി. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് വേണ്ടി ഇവർ 2 പേരും നമ്മുടെ ആപ്രോണും ആപ്രോൺ അതുപോലെ സ്ലാവ് എല്ലാം ഒന്ന് കയറിയാണ്. നീ കൊടുത്തേ അവര് കുറച്ച് നീങ്ങിനെ കുറച്ച് നീങ്ങിനെ അങ്ങോട്ട് ഗ്യാപ്പില്ലാതെ കുറച്ച് നീങ്ങിനെ നല്ല
So mix ആയല്ലോ അല്ലേ? Complete ആയോ? Ready? Both side mix ആയല്ലോ അല്ലേ? Sarifka mix ആയോ? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ അല്ലേ? സ്റ്റോപ്പ് ചെയ്യാം. ഷെരീഫ്ക 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 ഷെരീഫ്ക. So once again, thank you so much. So mixing part കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്പെഷ്യൽ സെഷൻ നമ്മുടെ അനുമോൾ ആൻഡ് ഷിയാസ് കരീം രണ്ടുപേരും ചേർന്ന് നമ്മുടെ എൻട്രൻസിലുള്ള മെയിൻ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടുത്തെ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം അനുമോളും ഷിയാസ് കരീം രണ്ടുപേരും ചേർന്ന് നമ്മുടെ മെയിൻ എൻട്രൻസിലുള്ള സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യുന്നത് എല്ലാവരും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഷോപ്പായ പോത്തീസും ലെക്സിനും കൂടി ഇപ്പൊ നമ്മള് കേക്ക് മിക്സിങ്ങില് നമ്മൾ അനുമോൾ ഏറ്റവും ബിഗ് ബോസ് ബിഗ് എന്ന് പറയുമ്പോൾ തന്നെ വലുതാണല്ലോ. അപ്പൊ അനുമോൾ അതിനൊപ്പം നമ്മൾ കൂട്ടായിട്ട് അനിയത്തി ഉണ്ടല്ലോ, ചേട്ടത്തിലുണ്ടല്ലോ, അതാണ് കുഴപ്പമില്ല. അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്, മധുരമുള്ളതാണ്. അങ്ങനെ തിന്നോ ചെയ്യരുത്. ട്രോഫി ഉള്ളത് ഞാൻ കഴിച്ചു വാങ്ങിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കേക്ക് വാങ്ങി സഹായിക്കണം. അത് പോലീസിൽ നിന്നും ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ക്യാപ്പും ഗ്ലൗവും മാപ്രോണൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാമോ? എല്ലാവരും കൈ ഒന്ന് കേക്കിനൊക്കെ കാണിക്കോ? മിക്സ് ചെയ്യുന്ന എല്ലാവരും അനു ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ ഗ്ലൗ? ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, മിക്സ് ചെയ്യുന്നതിനിടയിൽ ആരും എടുത്ത് കഴിക്കരുത് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കരുത്. മിക്സ് ചെയ്യുമ്പോ പ്രത്യേകം പറയാണ്. അനു ഷിയാസ്കാരെ നോക്കിക്കോ, നല്ല എനർജി കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞത് കഴിക്കരുതെന്ന് പറയണം കേട്ടോ. റെഡി? കൗണ്ട് ഡൗൺ ചെയ്യട്ടെ. 5 ആണ്. 5. So hello, good evening everyone. Supporting Super Fruit in association with Let's Eat Bakers and the cake mixing ആയിട്ട് ഇവിടെ സാർ ഞാൻ കൊണ്ടിരിക്കുന്നു.